Good morning. Semester 3 Construction Materials and Engineering Module 1 last topic is mortars. So we know mortar endanallathu. Mortar endana? It's a workable paste. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിമെന്റും സാൻഡും ആയിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന പേസ്റ്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ പർപ്പസിന് ലൈക്ക് സിമെന്റ്, സാൻഡ്, ലൈം, അതുപോലെ ലൈം മോർട്ടാർ ഉണ്ട്, പല ഡിഫറെൻറ്റ് മോർട്ടാർസ് ഉണ്ട്. സോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു വർക്കബിൾ പേസ്റ്റ് രൂപേണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മിക്സിനെയാണ് മോർട്ടാർ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. മോർട്ടാർ ഈസ് ഡിഫൈൻഡ് ആസ് എ മിക്സ്ചർ കണ്ടെയ്നിങ് എ ബൈൻഡിങ് ഏജന്റ്, വാട്ടർ and fine aggregate acquiring stone-like properties as a result of hardening. So what is a mortar? Mortar it's a mixture. First of all, the binding agent. Binding agent can be cement, most preferably, and fine aggregate. Fine aggregate, if cement mortar cement and fine aggregate sand mixed in certain proportion. Either proportion mix water add paste mortar. അതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് ഗോട്ട് ദ ഹാർഡനിങ് പ്രോപ്പർട്ടി. വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈഡ്രേഷൻ പ്രോസസ്സ് നടന്ന് കഴിയുകയാണെങ്കിൽ അത് ആഫ്റ്റർ സം ടൈം അത് ഹാർഡൻ ആവും. സോ അതാണ് അതിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, മോർട്ടാർസ് ആർ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് ജോയിൻറ്റ്സ് ആസ് ബൈൻഡർ ഇൻ സ്റ്റോൺ ആൻഡ് ബ്രിക്ക് മേസൺറി ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഡെക്കറേറ്റീവ് പ്ലാസ്റ്റേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സ്മോൾ സൈസ് ബിൽഡിങ്സ്. അപ്പോൾ നമ്മൾ എവിടെയാണ് മോർട്ടാർസ് യൂസ് ചെയ്യുന്നത്? മെയിൻലി ഇൻ കേസ് ഓഫ് ബ്രിക്ക് മേസൺറി ആണെങ്കിൽ ഓരോ മെയിൻ യൂണിറ്റ് ലൈക്ക് ബ്രിക്സിൻ്റെയും തമ്മിലുള്ള കണക്ഷൻസിലും ജോയിൻസിലുമാണ് നമ്മൾ മോർട്ടാർസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്ലാസ്റ്ററിങ് പർപ്പസ് അല്ലാതെ വേറെ എന്തൊക്കെയാ? ടു ഫിൽ ആൻഡ് സീൽ ദ ഇറഗുലർ ഗ്യാപ്സ് ആൻഡ് ഓൾ അതർ റിപ്പയർ വർക്ക്സ്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ലൈം മോർട്ടാർ. സോ നമ്മൾക്കറിയാം മോസ്റ്റ്ലി നമ്മൾ കാണുന്ന മോർട്ടാർസ് ഏതൊക്കെയാണ്? സിമെന്റ് മോർട്ടാർ, ലൈം മോർട്ടാർ, ദെൻ സുർക്കി മോർട്ടാർ. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സിമെന്റ് മോർട്ടാർ ആണ്. ബട്ട് ലൈം മോർട്ടാർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇത് എല്ലാം യൂസ് ചെയ്യുന്ന എങ്ങനത്തെ ഏരിയസിലാണ്? ലോക്കലി ഈ ലൈമും സുർക്കിയൊക്കെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ദേ വിൽ പ്രിഫർ ലൈം മോർട്ടാർ ഓർ വോട്ടെവർ മോർട്ടാർ. പക്ഷെ ബേസിക്കലി ഓർ യൂഷ്വലി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സിമെന്റ് മോർട്ടാർ ആണ്. ലെറ്റ് സി ഹൗ ടു പ്രിപ്പയർ ലൈം മോർട്ടാർ. എങ്ങനെയാണ് ലൈം മോർട്ടാർ പ്രിപ്പയർ ചെയ്യുന്നത്? ലൈം മോർട്ടാർ മേ ബി ലൈം ആൻഡ് സാൻഡ് മോർട്ടാർ ആൻഡ് ലൈം ആൻഡ് സുർക്കി മോർട്ടാർ. സോ ലൈം ആൻഡ് സാൻഡ് മോർട്ടാർ എന്ന് പറയുകയാണെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽ ലൈമും ഫൈൻ അഗ്രിഗേറ്റ് സാൻഡും ആണ്. ലൈം ആൻഡ് സുർക്കി മോർട്ടാർ എന്ന് പറയുകയാണെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽ ലൈമും ഫൈൻ അഗ്രിഗേറ്റ് സുർക്കി ആയിരിക്കും. ലൈം യൂസ്ഡ് ഫോർ മോർട്ടാർ മേ ബി ഫാറ്റ് ലൈം ഓർ ഹൈഡ്രോളിക് ലൈം. ഈ രണ്ട് ലൈമിൽ ഏതെങ്കിലുമാണ് ലൈം ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫാറ്റ് ലൈം ഹാസ് ഹൈ കാൽഷ്യം ഓക്സൈഡ് കണ്ടന്റ്. ഓക്കെ, ഇറ്റ്സ് ഹാർഡനിങ് സോൾലി ഡിപ്പെൻഡ്സ് ഓൺ ലോസ് ഓഫ് വാട്ടർ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് പോസിബിൾ റീക്രിസ്റ്റലൈസേഷൻ ഇൻ ഡ്യൂ കോഴ്സ്. നമ്മൾ ലൈമിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ലൈം ഹാർഡൻ ചെയ്യുന്നതെന്ന്. ലൈക്ക് സ്ലേക്കിംഗ് ഓഫ് ലൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് അത് കമ്പൈൻ ചെയ്തതിന് ശേഷമാണ് അത് കട്ടിയായി ഹാർഡനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ സെറ്റിംഗ് ആവുന്നത്. സോ അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നതാണ്. സോ അങ്ങനെയാണ് ഇത് ലൈം മോർട്ടാറിലും ഈ ലൈമിൻ്റെ ഈ പ്രോപ്പർട്ടി കാരണമാണ് അത് സെറ്റ് ആവുന്നത്. In a hydrated lime is a dry powder obtained by treating quicklime with water enough to satisfy its chemical affinity for water under the conditions of its hydration. Next, in hydraulic lime mortars നമ്മൾക്കറിയാം hydraulic lime തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ലൈം മോർട്ടാറിൻ്റെ പ്രൊപ്പോർഷൻ നോക്കാം. അതിൽ നമ്മൾ 1 part of hydraulic lime to 2 to 3 parts of sand ആണ് എടുക്കുന്നത്. ബൈൻഡിങ് മെറ്റീരിയൽ 1 പാർട്ടും അതിൻ്റെ 2 or thrice times ആണ് ഫൈൻ അഗ്രിഗേറ്റ് എടുക്കുന്നത്. നെക്സ്റ്റ്, slaked fat lime is used to prepare mortar for plastering, while hydraulic lime is used in preparing mortar for masonry construction. മോർട്ടാർ മേസൺറി കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന മോർട്ടാർ ഹൈഡ്രോളിക് ലൈം വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്.
ബട്ട് പ്ലാസ്റ്ററിങ്ങിനുള്ളതിന് ഹൈലി പ്യുവർ ലൈം വേണ്ടത് കൊണ്ടിട്ട് നമ്മൾ സ്ലേക്കഡ് ഫാറ്റ് ലൈമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് പ്രിപ്പറേഷൻ ഓഫ് ലൈം മോട്ടർ. ഇതിൽ കൂടുതലൊന്നുമില്ല. ലൈക്ക് എങ്ങനെയാണ് ലൈം ഹാർഡൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈം മോർട്ടാറിൽ അത് ലൈം ആൻഡ് സാൻഡോ ആകാം, ലൈം ആൻഡ് സുറുക്കിയോ ആകാം. പിന്നെ ഉള്ളത് ലൈമിൻ്റെ പ്രൊപ്പോർഷൻസ് ആണ്. ദെൻ ഡിഫറെൻറ്റ് യൂസസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കൈൻഡ് ഓഫ് മോർട്ടാറാണ് സുറുക്കി മോർട്ടാർ. നമുക്ക് സുറുക്കി മോർട്ടാർ നോക്കാം. സുറുക്കി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബ്രിക്ക് മാനുഫാക്ചറിങ് നിന്ന് ഓവറായിട്ട് ബേൺ ചെയ്ത ബ്രിക്കും അങ്ങനെ അതിൻ്റെ വേസ്റ്റ് ആണ് പൗഡറായിട്ട് നമ്മൾക്ക് കിട്ടുന്നതാണ് സുർക്കി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സുർക്കി ഈസ് ദ പൗഡർ ഒബ്റ്റൈൻഡ് ബൈ ക്രഷിംഗ് ഓൾഡ് ബ്രിക്സ് ഓർ brick bags. It is ground to a very fine powder. Surki mortar by adding 1 part of lime to 1 part of surki and 1 to 2 parts of sand. So surki mortaril നമ്മൾ plain surki എല്ലാം ഉപയോഗിക്കുന്ന അതിലും നമ്മൾ 1 part of lime ആഡ് ചെയ്യുന്നുണ്ട്. വി നോ എന്തെന്നാ സുർക്കി ഒരു പൊസലാനിക് മെറ്റീരിയൽ ആണ്. സോ സുർക്കിയുടെ പൊസലാനിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് അതിൻ്റെതായ സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടി ഇല്ല. ഏതെങ്കിലും ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ആഡ് ചെയ്താൽ മാത്രമേ അതിന് സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടി വരുന്നുള്ളൂ. സോ സുർക്കിയിലോട്ട് നമ്മൾ ലൈമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ആവുകയും പിന്നെ ഫൈൻ അഗ്രഗേറ്റ് ആയിട്ട് നമ്മൾ സാൻഡും ആഡ് ചെയ്തിട്ടാണ് സുർക്കി മോർട്ടാർ റെഡിയാക്കുന്നത്. ഇനി സുർക്കി imparts hydraulic property to lime and such mortar should be used within 24 hours of being ground. നമ്മൾ മോർട്ടാർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം 24 hours-ൻ്റെ ഉള്ളിൽ അത് തന്നെ യൂസ് ചെയ്യണം. നെക്സ്റ്റ് പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിംഗ് ലൈം മോർട്ടാർ. പ്രിപ്പറേഷൻ ഓഫ് ലൈം മോർട്ടാർ അല്ലെങ്കിൽ ലൈം മോർട്ടാർ സുർക്കി മോർട്ടാർ ഒക്കെ നമ്മൾ പറഞ്ഞു. എത്ര പെർസെൻറ്റേജ് എത്ര പാർട്സ് എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഹൗ ടു പ്രിപ്പയർ ഇറ്റ്, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ പ്രിപ്പറേഷൻ ഉള്ളത്, അതാണ് ഇനി നോക്കുന്നത്. സോ ദീസ് ആർ പ്രിപ്പയർഡ് ബൈ ഗ്രൈൻഡിങ് ഇൻഗ്രീഡിയൻസ് ഇൻ എ സ്പെസിഫൈഡ് മാനർ. The purpose of grinding is to slake the unslaked particles of lime and to make an intimate mixture of sand, surki and lime so that every particle of aggregate is covered uniformly with the cementing material. So നമ്മളുടെ ഈ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ഇപ്പോൾ ലൈം കംപ്ലീറ്റ്ലി സ്ലേക്ക്ഡ് ആവണമെന്നില്ല, വാട്ടറായിട്ട് മിക്സ് ചെയ്യാത്ത ലൈമും ഉണ്ടാവാം. സോ അങ്ങനെയൊന്നും വരാതെ ഒരു യൂണിഫോം മിക്സിങ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണുന്നത്. There are 2 methods for it. First one is by bullock driven mortar mill. So അതിൻ്റെ ഒരു പിക്ചർ കാണാം. ഇതാണ് അതിൻ്റെ പിക്ചർ. സോ ഇതിൽ ഈ ട്രപ്പീസിയം സെക്ഷനിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ മോർട്ടാർ മിക്സ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റോൺ വീൽ ആൻഡ് എ വുഡൻ ഷാഫ്റ്റ്. ആൻഡ് അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ബുള്ളിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ്. ഇനി അതെങ്ങനെ, ഇതാണ് അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സെക്ഷൻ. ഇതാണ് ബുള്ളക്ക് ഡ്രിവൺ മോർട്ടാർ മിൽ. ഇനി അതിൻ്റെ പ്രൊസീജിയർ വായിക്കാം. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ഇൻ സം പ്ലേസസ് വെൻ എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലൈം മോർട്ടാർ ഈസ് റിക്വയർഡ് അറ്റ് എ ടൈം. ഇത് യൂസ് ചെയ്യുന്നത് കുറേ ലൈം മോർട്ടാർ ഹൈ ക്വാണ്ടിറ്റിയിൽ വേണ്ടി വരുന്ന സ്ഥലങ്ങളിലാണ്. ഇൻ ദിസ് എ മോർട്ടാർ മിൽ ഡ്രിവൺ ബൈ എ ബുള്ളക്ക് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ദ മോർട്ടാർ. ഒരു കാളയുടെ ഹെൽപ്പ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ആനിമൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ദിസ് മോർട്ടാർ മിൽ ക്യാൻ ബി ലോഡഡ് ട്വൈസ് ഇൻ 12 hours and 2.8 cubic meter to 4 cubic meter of mortar can be prepared each time depending on the size of the mill. സോ 12 hours-ൽ 2 പ്രാവശ്യം നമ്മൾക്ക് മോർട്ടാർ പ്രിപ്പയർ ചെയ്ത് കിട്ടും. ഏകദേശം 2.8 to 4 meter cube ഓഫ് മോർട്ടാർ ഇതിൽ നിന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. This type of mill essentially consists of a circular trench of about 6 to 9 diameter. So ഇതാണ് ഈ സർക്കുലർ ട്രെഞ്ച് എന്ന് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇത് 6 to 9 meter diameter വരും. And which is generally trapezoidal in section. The width of the trench is 250 to 300 mm and the depth is 380. ഇതാണ് ഈ പറയുന്നത്. ഓക്കെ. ഇനി എ സ്റ്റോൺ വീൽ which can be moved freely placed inside the trench. So ഒരു ട്രെഞ്ച് റെഡിയാക്കിയിട്ട് അതിലൊരു സ്റ്റോൺ വീല് നമ്മൾ ഈ ട്രെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. The stone wheel which is attached to a horizontal wooden shaft which is pivoted at the center of the circular trench. When the shaft is driven by a pair of bullocks, the stone roller moves inside the trench.
The mix of the mortar placed inside the trench ground by the moving stone wheel and thus an intimate mixture of different ingredients of the mortar is obtained. So നമ്മൾ പറഞ്ഞത് ഈ ആനിമലിൻ്റെ ഹെൽപ്പിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ വീലും തനിയെ അത് റൊട്ടേറ്റ് ചെയ്യും. സോ അങ്ങനെ കംപ്ലീറ്റ് ഒരു യൂണിഫോം മിക്സിംഗ് ഓഫ് മോർട്ടാർ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ബുള്ളറ്റ് ഡ്രിവൺ മോർട്ടാർ മിൽ. ഇനി നെക്സ്റ്റ് ആണ് ബൈ പവർ ഡ്രിവൺ മോർട്ടാർ മിൽ. So this method is used when a steady and continuous supply of lime mortar is required on a large scale. നമ്മൾ പറഞ്ഞു ബുള്ളറ്റ് ഡ്രിവണിൽ 12 hours 2 times നമ്മൾക്ക് മോർട്ടാർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇഫ് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുള്ള സമയത്ത് we will go for power driven mortar mill. In this method a power drill type mortar is generally used for grinding the mortar. So ഇതിപ്പോൾ ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ മൂവിങ് റോളേഴ്സ് ഉണ്ട്. സോ ഈ പാനിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ മോർട്ടാർ വെച്ചിട്ട് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് വഴി ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. സോ ഇത് വീലാണ് ആക്ച്വലി, റോളേഴ്സ് തന്നെയാണ്. ഇപ്പം നമ്മൾ ട്രെഞ്ചിൽ കണ്ട പോലെ ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, ഈ റോളേഴ്സ് റൊട്ടേറ്റ് ചെയ്യും. സോ നേരത്തെ ഇതേ പിക്ചർ തന്നെയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആനിമൽസ് എന്നുള്ളതിൽ. ഇപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ പുള്ളി വെച്ചിട്ടുള്ള ഡ്രൈവിംഗ് പുള്ളി വെച്ചിട്ടുള്ള ഒരു മെക്കാനിസമാണ് പവർ ഡ്രിവൺ മോർട്ടാർ മിൽ. ഇനി നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് സിമന്റ് മോർട്ടാർ. നമ്മൾ ലൈം മോർട്ടാർ കണ്ടു, സുർക്കി മോർട്ടാർ കണ്ടു. ഇനി സിമന്റ് മോർട്ടാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. Cement mortar consists of cement as binding material, sand in different proportions and water. It is the strongest type of mortar and is therefore preferred to use in construction of structures subject to heavy loading. Cement mortar can be prepared by following methods. Hand mixing and machine mixing ഉണ്ട്. നമ്മൾക്കറിയാം പറഞ്ഞത് സിമെൻറ്റ് ബൈൻഡിങ് മെറ്റീരിയലും സാൻഡ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിലും എടുത്തിട്ട് നമ്മൾ വാട്ടറും കൂടെ കൂട്ടി ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, മെഷീൻ മിക്സിംഗ് ഉണ്ട്. പിന്നെ ഹാൻഡ് മിക്സിംഗ് എങ്ങനെയാണെന്നുള്ളത്, ദിസ് മെത്തേഡ് ഇസ് ജനറലി അഡോപ്റ്റഡ് വെൻ എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാർ ഇസ് റിക്വയർഡ് അറ്റ് എ ടൈം. കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാർ ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ഹാൻഡ് മിക്സിംഗ് നോക്കുന്നത്. ഒരു നോൺ പോറസ് പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ട് അതിൽ ക്ലീൻ സാൻഡും എത്രയാണ് ആവശ്യമുള്ളത് അത്രയും സാൻഡും അത് യൂണിഫോം ലെയറായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിടും. നെക്സ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് അതും അതിൻ്റെ മുകളിലായിട്ട് ഈവൻലി സ്പ്രെഡ് ചെയ്തിടും. ആഫ്റ്റർ ദിസ് both these ingredients are mixed in dry state by overturning with shovels 2 or 3 times until its color becomes uniform. സോ ഷവൽ വെച്ചിട്ട് കുറേ പ്രാവശ്യം നമ്മൾ ഓവർടേൺ ചെയ്ത് അത് കംപ്ലീറ്റ്ലി മിക്സ് ചെയ്തിട്ട് ഒരു യൂണിഫോം കളറാക്കി എടുക്കും. അതിനുശേഷം അത് നടുക്കായിട്ട് നമ്മളൊരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് made in the middle of the mass and the required quantity of water is added. ആവശ്യമുള്ള വാട്ടർ ആഡ് ചെയ്തിട്ട് അഗെയിൻ ഈ മിക്സിനെ നമ്മൾ കുറേ പ്രാവശ്യം ഷവൽ വെച്ചിട്ട് തന്നെ ഓവർടൈം ചെയ്ത് റിക്വയർഡ് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കും. സോ ഇതെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും ഹാൻഡ് മിക്സിങ്. ഫോർ 1 bag of cement 28 liters of water is required for making the mortar of suitable consistency. ഇതൊരു തമ്പ് ഇതാണ്, ഒരു ബാഗ് സിമെൻറ്റിന് 28 liters എന്നുള്ള രീതിക്ക്. Next, a cement mortar thus prepared should be used in works before the initial setting time of cement. Initial setting സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ആവശ്യമുള്ള സിമെൻറ്റ് മോർട്ടാർ നമ്മൾ പ്രിപ്പയർ ചെയ്തത് നമ്മൾ യൂസ് ചെയ്യണം. സോ ദിസ് ഈസ് ഹാൻഡ് മിക്സിങ്. ഇനി മെഷീൻ മിക്സിങ് ഉണ്ട്. മെഷീൻ മിക്സിങ് വേറെ ഒന്നുമല്ല, മെഷീൻ കോൺക്രീറ്റ് മിക്സറിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. So when a mortar is required in large quantity, it is prepared by mixing in mechanical mixers. Normally, a pan mixer is used for mixing the mortar. Cement and sand in specified proportion are put into the drum of the mixer and then required quantity of water is immediately added before revolving the drum. Thus, the drum is revolved for a sufficient period to form a uniform mixture of required consistency. Mechanical mixture la panlotte nammalku avashyumulla cementum sandum add cheya, then വാട്ടർ റിക്വയർഡ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക, ഡ്രം റിവോൾവ് ചെയ്ത് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആവുന്ന വരെ അത് റിവോൾവ് ചെയ്തിട്ട് അപ്പോൾ തന്നെ പുറത്തെടുക്കുക. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് മുന്നേ തന്നെ മോർട്ടാർ യൂസ് ചെയ്യുക. സോ ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് സിമന്റ് മോർട്ടാർ, ഹാൻഡ് മിക്സിങ് ആൻഡ് മെഷീൻ മിക്സിങ്. ഇനിയുള്ളത് പ്രൊപ്പോർഷൻസ് ഓഫ് മിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു
in required proportions of cement and sand എന്നുള്ളത് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ്. സോ വെരി ഹെവിലി സ്ട്രെസ്ഡ് മെമ്പേഴ്സിനാണെങ്കിൽ നമ്മൾ 1:1 എന്നുള്ള പ്രൊപ്പോർഷൻ ഓഫ് സിമെന്റ് ആൻഡ് സാൻഡ് അല്ലെങ്കിൽ സിമെന്റ് ആൻഡ് അഗ്രഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ കേസിലൊന്നും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് സ്ട്രക്ചറിന്റെ വെയിറ്റ് എടുക്കുന്ന കേസിലൊക്കെ നമ്മൾ യൂഷ്വലി സിമെന്റ് മോർട്ടാർ ആണ് പ്രിഫർ ചെയ്യുന്നത് ദാൻ ലൈം മോർട്ടാർ. നെക്സ്റ്റ് RCC ടാങ്ക്സ് ആൻഡ് അതർ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിൽ 1:1.5 എന്ന പ്രൊപ്പോർഷനും, ജനറൽ RCC വർക്ക് സ്ലാബ് അങ്ങനത്തെ കേസിൽ 1:2ഉം, മാസീവ് വർക്ക്സിനൊക്കെ 1:3ഉം, മേസൺറി വർക്ക് ബിലോ ഗ്രൗണ്ട് ലെവൽ എസ്പെഷ്യലി ഇൻ വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ 1:3, അവിടെ ലൈം മോർട്ടാറും 1:3, മാസ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻസിൽ 1:4, ബ്രിക്ക് വർക്കിൽ ആർച്ചസ് പ്ലാസ്റ്ററിംഗിലെല്ലാം 1:5, 1:6 ഒക്കെ യൂസ് ചെയ്യും എക്സെട്ര. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടെസ്റ്റ് ഓൺ സിമെൻറ്റ് മോർട്ടാർ ആണ്. ഫോളോയിങ് ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ഓൺ സിമെൻറ്റ് മോർട്ടാർ: കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹൗ ടു ഡിറ്റർമൈൻ കംപ്രസീവ് സ്ട്രെങ്ത്. സോ നമ്മൾക്ക് സിമെൻറ്റ് മോർട്ടർ ക്യൂബ്സ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എപ്പോഴും സ്ട്രെങ്ത് ടെസ്റ്റിന് നമ്മൾ സ്റ്റാൻഡേർഡ് NOR സാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ സ്ട്രെങ്ത് റിക്വയർമെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, സാൻഡ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ എല്ലാം. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സിമെൻറ്റ് മോർട്ടാറിന് സ്റ്റാൻഡേർഡ് NOR സാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ proportion 1:3, 1 part of cement and 3 parts of sand. The material for each cube shall be mixed separately and the quantities of cement, standard sand and water shall be as follows. ഓരോ ക്യൂബിനും സെപ്പറേറ്റ് ആയിട്ട് മിക്സ് റെഡിയാക്കണം എന്നുള്ളതാണ്. ഒരു ക്യൂബിന് സിമെൻറ്റ് 185 ഗ്രാംസും സ്റ്റാൻഡേർഡ് സാൻഡ് 555 ഗ്രാമും. ഇനി അതിന് വേണ്ട വാട്ടർ എന്ന് പറയുന്നത് P/4 + 3/5% ബൈ വെയിറ്റ് ഓഫ് സിമെൻ്റ് ആണ്. ഈ P ഉള്ളത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്തതിന് ശേഷം സിമെൻറ്റിൻ്റെ ആ കിട്ടുന്ന P ആണ് ഇവിടുത്തെ P. സോ P/4 + 3/5% ബൈ വെയിറ്റ് ഓഫ് സിമെൻ്റ് ആണ് ടോട്ടൽ വാട്ടർ ടു ബി ആഡഡ്. സോ ഈ 3 ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്യൂബ് മോൾഡിൽ ഫിൽ ചെയ്ത് വെക്കും. ഇനി ദ ക്യൂബ് മോൾഡ് ഈസ് മെയ്ഡ് ഓഫ് നോൺ പോറസ് മെറ്റൽ ആൻഡ് നോട്ട് അറ്റാക്ഡ് ബൈ സിമെൻറ്റ് മോർട്ടാർ of size 70.6 mm and is placed on a non-porous base and it is oiled inside. The area of each face equals 5000 square mm. So cube mold non-porous മെറ്റലിൻ്റെയും വേറെ ഉള്ളിൽ സിമെൻറ്റ് മോർട്ടാർസ് ഒന്നും ഇല്ലാത്തതും ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മോൾഡാണ് എടുക്കേണ്ടത്. അത് ഉള്ളിൽ ഓയിൽ ചെയ്യണം. ഓരോ ഫേസിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് 5000 സ്ക്വയർ mm ആയിരിക്കും. ഒരു സൈഡിൻ്റെ സൈസ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് 70.6 mm ആണ്. ഇനി ദ മോൾഡ് ഈസ് ഫിറ്റഡ് ഓൺ എ വൈബ്രേഷൻ മെഷീൻ. ആ മോൾഡ് വൈബ്രേഷൻ മെഷീൻ്റെ മുകളിൽ പ്ലെയിൻ സർഫസിൽ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സിമെൻറ്റ് മോർട്ടാർ അതിലോട്ട് ഇട്ടിട്ട് കോമ്പാക്ട് ചെയ്യണം ഫോർ 2 minutes. നെക്സ്റ്റ് ദ ഫില്ലിംഗ് ആൻഡ് കോമ്പാക്ഷൻ ഓഫ് മോൾഡ് ഷുഡ് ബി ഫിനിഷ്ഡ് വിതിൻ 5 minutes ഫ്രം ദ ഇൻസ്റ്റൻറ്റ് വാട്ടർ ഈസ് ആഡഡ് ടു ദ മോർട്ടർ. നമ്മൾ ഈ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം 5 minutesൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് നമ്മൾ ഇതിൽ നിറച്ച് സ്ട്രൈക്ക് ഓഫ് ചെയ്യണം മുകളിലത്തെ സർഫസ്. ഓക്കെ, ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം വിത്തിൻ 5 minutes. സോ ദ മോൾഡ് ഈസ് റിമൂവ്ഡ് ആൻഡ് ദ ടോപ്പ് സർഫസ് ഈസ് സ്മൂത്തൻഡ് ബൈ ദ സിംഗിൾ സ്ട്രോക്ക് ഓഫ് എ ട്രവൽ. ഇൻ ദ സെയിം വേ 6 molds ആർ പ്രിപ്പയർഡ്. അതുപോലെ ഇത്രയും മോൾഡ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചറിലാണ്. നെക്സ്റ്റ് ദ പ്രിപ്പയർഡ് ക്യൂബ്സ് ആർ കെപ്റ്റ് അറ്റ് സച്ച് എ ടെമ്പറേച്ചർ ഓഫ് ഒരു ദിവസത്തേക്ക് സെയിം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 27 degree Celsius വെച്ചതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിനെ എടുത്തിട്ട് വാട്ടർ ഏതെങ്കിലും ഫ്രഷ് വാട്ടറിൽ ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് മുക്കിയിടും, സബ്മേർജ് ചെയ്തിടും. സോ ഇങ്ങനെയാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിന് ക്യൂബ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീൻ്റെ ജോസ് ഉണ്ട്, 2 അപ്പർ ജോയും ലോവർ ജോയും. അതിൻ്റെ ഉള്ളിലായിട്ട് ക്യൂബ് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നമ്മളുടെ മോർട്ടർ ക്യൂബ് വെച്ചിട്ട്
The load is steadily applied starting from 0 at the rate of 35 Newton per square mm per minute. ഈ ഒരു റേറ്റിൽ നമ്മൾ ലോഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ ദ ലോഡ് അറ്റ് വിച്ച് ദ ക്യൂബ് ഇസ് ഫ്രാക്ചർഡ് ഇസ് നോട്ടഡ് ഇൻ ഈച്ച് കേസ്. ഏത് ലോഡിലാണോ അൾട്ടിമേറ്റ് ലോഡിലാണോ ക്യൂബ് ഫ്രാക്ചർ ആവുന്നത് അതായിരിക്കും അതിൻ്റെ ആ ലോഡ് ഡിവൈഡഡ് ബൈ ദ ക്രോസ് സെക്ഷണൽ ഏരിയ. അത് എത്രയാണ്? 5000 mm². അതായിരിക്കും കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, the average compressive strength when standard sand is used should conform to the following limit. ഇനി നെക്സ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ റിസൾട്ട്സ് നമ്മൾക്ക് നോക്കാം. ഒരു സാധാരണ സിമെൻ്റ് ആണെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ ആഫ്റ്റർ 72 hours എന്ന് വെച്ചാൽ ആഫ്റ്റർ 3 days കഴിഞ്ഞിട്ട് ഒരു ക്യൂബ് എടുത്ത് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ മിനിമം 16 എന്ന് വെച്ചാൽ ആവറേജ് എപ്പോഴും കിട്ടാവുന്ന ആവറേജ് സ്ട്രെങ്ത് ഇത്രയെങ്കിലും കിട്ടിയിരിക്കണം. ഇനി ആഫ്റ്റർ 168 days എന്ന് വെച്ചാൽ എത്രയാണ്? 7 days. 7 daysൽ 22 ആണ് നോക്കുന്നത്. ഇനി ലോ ഹീറ്റ് സിമെൻറ്റിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസ് ഉണ്ട്. 672 hours എന്ന് പറയുന്നത് ആഫ്റ്റർ 28 days ആണ്. ആഫ്റ്റർ 24 hours ഉണ്ട്. 72 3 days, 7 days, 28 days. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. ഇനിയുള്ളത് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്. The tensile strength of cement mortar also can be tested by making briquettes of cement mortar in 1:3 proportion and subject to tension in briquette testing machine. So ഒരു ബ്രിക്കറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ സിമെൻറ്റ് മോർട്ടാർ നിറച്ചിട്ട് ആ ബ്രിക്കറ്റ് ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുന്ന വെച്ചാൽ ബ്രിക്കറ്റിനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും വലിച്ചിട്ടുള്ളൊരു ലോഡ് കൊടുക്കും. സോ the 7th day strength of briquette should not be less than 2.5 Newton per mm². ഇതാണ് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റ് മാത്രമേ സിമെൻറ്റ് മോർട്ടാറിനുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിമെൻറ്റ് മോർട്ടാർ അല്ല, കംപ്ലീറ്റ് മോർട്ടാറിൽ ലൈം മോർട്ടാർ പറഞ്ഞു, സുർക്കി മോർട്ടാർ പറഞ്ഞു, ആൻഡ് സിമെൻറ്റ് മോർട്ടാർസ്. ഓക്കെ.